വിശേഷമുണ്ടോ? നല്ല വിശേഷം. എന്റെ മാവും പൂത്തേ, നിന്റെ മാവും പൂത്തേ, എല്ലാവരുടെ മാവും പൂത്തേ. 2 ലൈൻ വന്നിരിക്കുന്നു കൂട്ടുകാരെ. പക്ഷെ ഒന്ന് അത്ര സ്ട്രോങ് അല്ല, മറ്റേ നല്ല സ്ട്രോങ് ആണ്. ഹാൻഡ് ബോൾ എത്തിയില്ല കൂട്ടുകാരെ, നിക്കറിലാണ്. ഞാനൊന്ന് അച്ഛനായിരിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നു. അൺപ്ലാൻഡ്, എല്ലാം അൺപ്ലാൻഡ്. സോ നമ്മൾ വിചാരിക്കുന്നു ദൈവം കറക്റ്റ് ടൈമിങ്ങിൽ ഏൽപ്പിച്ച സംഭവമാണ് ഈ അകത്തിരിക്കുന്ന സംഭവം. അപ്പൊ ഇന്ന് നമ്മള് പോയി സ്കാനിൽ പോയി നോക്കിയപ്പോ എന്തായിരുന്നു, ഇച്ചിരി എന്തോ കണ്ടു. ആപ്പിളിന്റെ സീഡാ അത്ര ഉള്ളു ആക്ച്വലി. മാങ്ങാന്റെ പോലെ ഇത്രയില്ലേ? അപ്പൊ അങ്ങനെ സൂമായി കാണിക്കുന്നതാണല്ലോ. അത്രയൊന്നും ആവാൻ സമയമായില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടല്ലോ. തിരുനെല്ലി വേറെ പോയിട്ട് വന്നിട്ടും ഒന്നും ആവാത്തത്. താങ്ക് ഗോഡ്. ചെറിയൊരു വിത്ത്. അതാ അത് തമിഴ്നാട് വിത്താണോ അല്ല കേരള വിത്താണോ അറിയൂ. ചെറിയൊരു വിത്ത് കണ്ടു കേട്ടോ. പക്ഷെ അത് പോകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഇങ്ങനെയാണ് എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് 2 weeks ആണ്. അപ്പൊ അന്ന് വീട്ടുകാരത്ത് പറഞ്ഞാ പോരെ? ഇല്ല, ഇന്ന് പറയണോ? എന്ത് വേണം? സോ കൺഫ്യൂഷൻ. ഇതൊക്കെ ഒന്ന് സ്കൂളിൽ പഠിപ്പിച്ച് തന്നെങ്കിൽ ഒരാദ്യം അന്തവും ഇല്ല. പറയണമല്ലേ? ഇത് ഡോക്ടർ എന്ന് പറഞ്ഞതിന്റെ അടുത്ത് 1.5 മാസം എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവണേ. ഇത് അപ്പൊ അത് ചെയ്തപ്പോ ചെറിയ രീതിയിൽ എന്തോ ഞാൻ ചോദിച്ചാൽ പ്രഗ്നന്റ് അപ്പൊ അതിന്റെ പ്രഗ്നന്റ് ആണ്, ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 weeks കൂടെ കഴിയുമ്പോഴേ കുറച്ചുകൂടെ എനിക്ക് ടിക്കറ്റ് പ്രായം മാറിയിട്ടില്ല. പിന്നെയാണ് രാത്രി 10 മണിക്ക് കിടക്കാവുള്ളൂ, അതുവരെ പകല് കിടക്കാൻ പറ്റില്ല. അൺബിലീവബിൾ. ഫുൾ വർക്കൗട്ട് ഒക്കെ ചെയ്ത് എന്റെ വയറ് കുറയ്ക്കണം, അവളുടെ വയറ് കൂട്ടണം. അവിടെ വന്ന് നിന്നിട്ട് അകത്ത് വരണോന്ന്, ഞാൻ വരണോന്ന്. അതായത് എന്റെ നിക്കറിന്റെ പ്രായം പൂർമ്മ മാറിയിട്ടില്ല. പിന്നെ ഞാൻ എന്ത് വന്ന് ഞാൻ ചീത്ത ആ കൊച്ചിനെ ചെയ്യരുത്. കേക്കണ തൊട്ടടുത്തിരുന്നില്ല ഒരു കുട്ടി. ഞങ്ങൾ ഗേൾസ് നോക്കാറില്ല. ആ കൊച്ചു വന്നിരുന്നപ്പോ നോക്കി നീങ്ങി കൊടുക്ക. അപ്പം ഉണ്ണിക്കന്നാവാ ഉണ്ണിക്കല്ലാവാ കൊള്ളാ കൊള്ള. കൊള്ളാം കൊള്ളാം. അങ്ങനെയാണ് കൂട്ടുകാരെ കാര്യങ്ങളുടെ കിടപ്പോ. എനിക്ക് ഡൗട്ട് ഉണ്ട്, എന്ന് വെച്ചാൽ പീരിയഡ്സ് അത് ഓക്കെ, പക്ഷേ പല പല സിംറ്റംസ് ഒക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഗോൾ അടിച്ചു തോന്നി ഇത്തവണ എന്ന് തോന്നി വിചാരിച്ചു. കൊള്ളാം. 1.5 മാസം ചുമ്മാ പോയതാ. 1.5 മാസം. ഓ വായിക്കാൻ പോയത് അത് തലകുത്തനെ കാണുള്ളൂ. ആണാ? അതിന്റെ അടിയിൽ നോക്ക്, വായിക്കാൻ പോകുന്ന അടിയില് ആണാ? ചുമ്മാ ചുമ്മാ അതാണ് ചുമ്മാ ചുമ്മാ. ഇന്ന് രാവിലെ പോയതേ ഉള്ളൂ. ചെറിയ രീതിയിൽ വിത്ത് വിത്ത് സീരിയസ്ലി കാടൊക്കെ മേടിച്ച ഇതൊന്നും പിന്നെ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇന്ന് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ട് വന്നു ചേച്ചി. രാവിലെ നമ്മള് മറ്റേ ഇതുണ്ടല്ലോ കിറ്റില് നോക്കിയപ്പോ മറ്റേ ലൈറ്റ് കളർ വരെ വന്നു. അപ്പൊ നമ്മള് പോയി ഹോസ്പിറ്റലിൽ പോയി.
അപ്പൊ അയ്യോ 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 എൻട്രി ഫീസ് ഒക്കെ ഉണ്ടല്ലേ? അല്ല എൻട്രി ഫീസ് ഒക്കെ ഉണ്ട്. എൻട്രി ഫീസ് ഇന്നത്തെ ലാഭാണ് മറ്റാന്ന് പറഞ്ഞിട്ട് 3000 പോയി. 1500 1600 പിന്നെ ഫീസ് 2000 പോയില്ലേ? അപ്പൊ തന്നെ പോയി 2000. ഇനി എന്തൊക്കെ പോകാൻ കിടക്കുന്നല്ലേ? കോൾ കോൾ ഇതൊക്കെ വെച്ചിട്ട് ട്രിപ്പൊക്കെ പോയത് കേട്ടാ. എല്ലാരും വെയിറ്റ് ചെയ്യാതെ കേട്ടാ. എല്ലാരും എന്നെ കുറിച്ച് അങ്ങനെയാണ് അഭിപ്രായം എന്നെ കുറിച്ച്. ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞത് മോളെ ഒക്കെ ക്ഷീണം പോലെ ക്ഷീണം പോലെ ഇതോടെ ഇത് അവിടെ ഗൗരീശ ആശുപത്രിയിൽ പോയി കാണിച്ചിട്ട് വന്നു. ഓ ശരി, താങ്ക്സ്. പ്രിയ പറ എന്തുണ്ട് വിശേഷങ്ങള്? എങ്ങനെ ഇരിക്കണം? എനിക്ക് കുഴപ്പമില്ല. പുതിയ വിശേഷം പറയാൻ വിളിച്ചേ. എന്താ 1.5 മാസം വിളിച്ച്. നമ്മള് അമ്പലത്തിൽ പോയതിന് വന്നിട്ട് സന്തോഷം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേരെ. ഒരു കാര്യം പറയാനാണ് വിളിച്ചേ. ഞാൻ പ്രഗ്നന്റ് ആണ്. 1.5 മാസവും 1.5 മാസം. അത് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. എനിക്കില്ല. ഹലോ, താങ്ക് യു. കാര്യം പറയാനായിരുന്നു വിളിച്ചേ. ഞാൻ 2 months pregnant ആണ്. താങ്ക് യു. ഇതിപ്പോ ഡേറ്റ് അറിയില്ലടാ. ആക്ച്വലി ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ല ഇതുവരെ ഡേറ്റ്. അപ്പൊ കൊടുത്തു ഗാലക്സി എടുത്തോ. ദോരിക്കുന്നു. ബാജി പോയ ലൈന കൊണ്ട എന്ത് തോന്നുന്നു? യെസ്, ഡെഫിനറ്റ്ലി. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാത്ത. ഞാൻ വിചാരിച്ച നടുവേദന ഇത് ആദ്യമായിട്ടല്ലോ എന്താന്ന് വെച്ചാലേ അവൾക്ക് പീരിയഡ്സ് മിസ്സായി. എനിക്ക് അപ്പോഴെന്നെ മനസ്സ് സത്യം പറഞ്ഞടാ. അമ്പലത്തിൽ പോയപ്പോ ഞാൻ ചെയ്യുന്നത് വല്ല ആയിരിക്കണമെന്ന് വിചാരിച്ചു. കുടുവാവാക്കം
അല്ല അറിഞ്ഞൂടാ ബേബി ഇതാ ബേബി അടുത്ത അല്ല ഇതേ മുമ്പ് ഞാൻ ബേബി യെസ് എന്റെ അടുത്ത് അമ്മ അവിടെ ഇറങ്ങി വീട്ടിൽ വിശേഷമായില്ലേ. പീരിയഡ്സ് മിസ്സായി കേട്ടാ. ഇത് പറയാനാണ് അങ്ങോട്ട് വരാൻ അല്ല അല്ല ചുമ്മാ അപ്പം ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. ടൻ 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 ടൻ. അറിഞ്ഞായിരുന്നോ? ആ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അറിഞ്ഞ്. ഞാൻ ഇതുപോലെ ഞെട്ടിയതാ. ഇവളൊരു ഒന്നൊന്നര ഞെട്ട്. ഞാൻ കുറച്ചേരം ഇങ്ങനെ വന്ന് ഞാനിങ്ങനെ വലിയ കേട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പൊ ചേച്ചി 4 മാസം വിശേഷം. എനിക്കിപ്പോൾ 5 മാസം തുടങ്ങി.